ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാം നാളെ തുറക്കും. തമിഴ്നാട്ടിൽ മഴ ശക്തമായതിനെ തുടർന്നാണ് ഡാമിൽ ജലനിരപ്പ് ഉയർന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. വിവരങ്ങളുമായി ജോസിൽ ചേരുന്നുണ്ട്. ജോസിൽ, ഈ മുന്നറിയിപ്പ് എപ്രകാരമാണ്? ഡാമിന്റെ ഷട്ടർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ജില്ലയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പെയ്തു തുടങ്ങിയ മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ പല ഭാഗങ്ങളിലും അപകടങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരാൾ ഒഴുക്കിൽപ്പെട്ട് മരണമടയുകയും ചെയ്തിരുന്നു. ഇന്നലെ തന്നെ കല്ലാർകുട്ടി ഡാം തുറക്കുന്നതിന് രാവിലെ തന്നെ കളക്ടർ അനുമതി കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ തമിഴ്നാട് മേഖലയിൽ അതിശക്തമായ മഴ പെയ്തതിനെ തുടർന്നാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള വെള്ളം പുറത്തേക്ക് ഡാമിലേക്ക് ഒഴുക്കും എന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിയോടുകൂടി ഡാം തുറക്കും എന്നാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. സെക്കൻഡിൽ 10,000 ഘന അടി ജലത്തോളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് ജില്ലാ കളക്ടർ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിന്റെ തീരപ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. പ്രിയ.